ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫീച്ചർ എഞ്ചിനീയറിങ്ങിൽ ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഫീച്ചർ എക്സ്ട്രാക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീൻ ലേണിംഗ് ടെക്നിക്കാണ്. അത് നമ്മൾക്ക് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജെമിനി പോലെയുള്ളൊരു ChatGPT പോലെയുള്ളൊരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടി ഒരുപാട് റോ ഡേറ്റാസ് കളക്ട് ചെയ്യും. അതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ മാത്രം കളക്ട് ചെയ്ത് വെച്ച് ബാക്കിയുള്ളതിനെല്ലാം ഡിലീറ്റ് ചെയ്ത് ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കുന്ന പ്രക്രിയയാണ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റോ ഡേറ്റയിൽ നിന്ന് ന്യൂ ഫീച്ചറിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂജ് ഡേറ്റാ സെറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ടൈം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് റിസോഴ്സ് വേണ്ടി വരും. ഇത്രയും ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ ഒരുപാട് റിസോഴ്സ് വേണ്ടി വരും. ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫീച്ചർ എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത്. ഫീച്ചർ എക്സ്ട്രാക്ഷൻ സിംപ്ലിഫൈസ് ദ ഡേറ്റ. ദീസ് ഫീച്ചേഴ്സ് ക്യാപ്ചർ ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം നിലനിർത്തിക്കൊണ്ട് ഡേറ്റയെ സിംപ്ലിഫൈ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും? നമുക്ക് റിസോഴ്സിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യും, ഒരുപാട് റോ ഡേറ്റാസ് കളക്ട് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ ന്യൂ ഫീച്ചേഴ്സിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ടൈം കുറയ്ക്കാൻ പറ്റും, സ്പേസ് കുറയ്ക്കാൻ പറ്റും, റിസോഴ്സിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, ഫീച്ചർ എക്സ്ട്രാക്ഷൻ മസ്റ്റ് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. റെഡ്യൂസ്ഡ് കമ്പ്യൂട്ടേഷൻ കോസ്റ്റ്. ഞാൻ പറഞ്ഞിരുന്നു, അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടേഷൻ കോസ്റ്റ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ഇംപ്രൂവ്ഡ് മോഡൽ പെർഫോമൻസ്. കീ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം വെച്ചിട്ടാണ് നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്രയും ടൈം കുറവ് മതിയായിരിക്കും. ടൈം കോംപ്ലക്സിറ്റി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇംപ്രൂവ്ഡ് മോഡൽ പെർഫോമൻസ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നു, ആ പ്രോഗ്രാമിൽ വേണ്ടാത്ത കുറേ കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് ഡേറ്റാബേസ് എല്ലാം ചുമ്മാ നിറച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ എത്ര നേരം എടുക്കും? ടൈം എടുക്കും. അതേപോലെ തന്നെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്ത് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോഡൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ബെറ്റർ ഇൻസൈറ്റ്സ്. നമ്മുടെ അൽഗോരിതം ലെസ് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ നോയ്സ് കുറവായിരിക്കും. ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നോയ്സൊക്കെ ഒരുപാടുണ്ടാകും. അപ്പം അങ്ങനെ നോയ്സ് കുറയ്ക്കുന്നതിനോടുകൂടി നമുക്ക് നല്ല ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ഓവർ ഫിറ്റിംഗ് പ്രിവെൻഷൻ. ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിറച്ച് വെക്കുന്നതിനാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റം ഓവർ ഫിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഫീച്ചർ എക്സ്ട്രാക്ഷൻ ചെയ്യുന്നതിന് കൂടെ നമുക്ക് ഓവർ ഫിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ഫീച്ചർ എക്സ്ട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇമേജ് പ്രോസസ്സിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വിഷൻ. ഇതിന് ഫീച്ചർ എക്സ്ട്രാക്ഷൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. ഇമേജ് പ്രോസസ്സിങ്ങിൽ വരുന്നത് ഒബ്ജക്റ്റ് റെക്കഗ്നിഷൻ, ഫേഷ്യൽ റെക്കഗ്നിഷൻ, ഇമേജ് ക്ലാസിഫിക്കേഷൻ. ഇപ്പം നിങ്ങളെല്ലാവരും തന്നെ ഓരോ ഫിലിം സ്റ്റാറിൻ്റെ ഫേസുമായിട്ട് നമ്മുടെ ഫേസും ഏത് ഫിലിം സ്റ്റാറിൻ്റെ ഫേസുമായിട്ട് മാച്ച് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ചെയ്ത് നോക്കാറുള്ളതാണല്ലോ. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇമേജ് പ്രോസസ്സിങ്ങിനും കമ്പ്യൂട്ടർ വിഷനും നമ്മുടെ ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യും. ഓരോ ഒബ്ജക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാനും അതിനെ
തരംതിരിക്കാനും ഒക്കെ ഇതുകൊണ്ട് സാധിക്കും. ഫേഷ്യൽ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഓരോത്തിൻ്റെയും ഒരു വീഡിയോ എടുത്തിട്ട് അതിൽ ഇന്ന ഫേസുള്ള ആളുകൾ എത്ര റിപ്പീറ്റേഷനായിട്ട് എത്ര ടൈംസിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനും ഫേസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും എല്ലാം ഇതുകൊണ്ട് സാധിക്കും. ഇമേജിനെ ക്ലാസിഫൈ ചെയ്യാനും ഓരോ അപ്പോൾ നമുക്ക് ആധാറിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓരോ പേഴ്സൻ്റെ ഡീറ്റെയിൽസ് വെച്ച് കൊടുക്കുമ്പോൾ ഓരോ ഇമേജ് വെച്ച് ക്ലാസിഫൈ ചെയ്ത് ഇന്ന ആളാണോ എന്നൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഇത് വെച്ച് സാധിക്കും. നെക്സ്റ്റ് വൺ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിന് ഇത് സഹായിക്കും. ഫസ്റ്റ് വണ്ണാണ് ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ സെൻറ്റിമെൻറ്റ് അനാലിസിസ്. ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ടെക്സ്റ്റിലെയും ഓരോ ഡോക്യുമെൻറ്റിലെയും ഓരോ ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും. നെക്സ്റ്റ് വൺ സെൻറ്റിമെൻറ്റ് അനാലിസിസ്. അതായത് ഒരു ടെക്സ്റ്റിനകത്ത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഇമോഷൻസിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ഈ ഫീച്ചർ എക്സ്ട്രാക്ഷൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ടെക്സ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാനും അതേപോലെ തന്നെ ഓരോ സെൻറ്റൻസിലും എഴുതിയിരിക്കുന്ന ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാനും എൻ്റെ ഇമോഷൻസിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനും എന്തുകൊണ്ട് സാധിക്കും? NLP കൊണ്ട് സാധിക്കും. NLP ഒരു ഫീച്ചർ എക്സ്ട്രാക്ഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. നെക്സ്റ്റ് വൺ സ്പീച്ച് റെക്കഗ്നീഷന് സാധിക്കും. അതായത് ഓരോ ഐഡൻറ്റിഫൈങ് റെലവൻറ്റ് ഫീച്ചേഴ്സ് ഫ്രം സ്പീച്ച് സിഗ്നൽസ് ഫോർ റെക്കഗ്നൈസിങ് സ്പോക്കൺ വേർഡ്സ് ഓർ ഫ്രേസസ്. നെക്സ്റ്റ് വൺ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ് ും എന്താണ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യും. അതിലാണ് മെഡിക്കൽ ഇമേജ് അനാലിസിസ്, അതായത് MRIയും CT സ്കാനും ഒക്കെ എടുക്കുന്നത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലായിട്ട് വരും. നെക്സ്റ്റ് വൺ ബയോളജിക്കൽ സിഗ്നൽ പ്രോസസ്സിങ്, അതായത് EEG ECG ഒക്കെ എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. മെഷീൻ കണ്ടീഷൻ മോണിറ്ററിങ്, അതായത് ഓരോ പ്രോസസ്സിന് വേണ്ടി ചെയ്യുന്ന മെഷീൻസിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അത് വർക്കിംഗ് ആണോ, എന്തെങ്കിലും എറർ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ടോ, എറർ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്നൊക്കെ മനസ്സിലാക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.